എറണാകുളം കാക്കനാട് വാഴക്കാലയിൽ ആക്രി ഗോഡൌണിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. 15 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ബിനിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, വലിയൊരു തീപിടുത്തമായിരുന്നു. ഈ തീ പിടിക്കാനുള്ളൊരു കാരണം എന്തായിട്ടാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്? നാശനഷ്ടമൊക്കെ വിലയിരുത്തി തുടങ്ങിയോ? തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. നാട്ടുകാരൊക്കെ പറയുന്നത് അവിടെ ചില നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന തീപ്പൊരിയാണ് പിന്നീട് അപകട കാരണമായത് എന്ന സംശയം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അവിടെ ഒരു നിർമ്മാണ പ്രവൃത്തി നടന്നിട്ടുണ്ട് എന്ന കാര്യം അതിൻ്റെ ഉടമയും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവിടെ മറ്റെന്തെങ്കിലും വെൽഡിങ്ങോ മറ്റോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം മറ്റെന്തോ ഒരു സാധനം അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, അതിനുവേണ്ടി തൊഴിലാളികളും ഉണ്ടായിരുന്നു എന്ന കാര്യം ഈ ഉടമ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് 3-4 മണിക്കൂർ എടുത്താണ് ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. നഗരമധ്യത്തിൽ തൃക്കാക്കര ചെമ്പുമുക്കിൽ നിരവധി വീടുകൾക്കിടയിൽ ഒരു ആക്രി ഗോഡൌൺ പ്രവർത്തിക്കുക, യാതൊരുവിധ ലൈസൻസും അഗ്നിസുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കുക. അതിൽ തീപിടുത്തമുണ്ടായപ്പോൾ അങ്ങോട്ടേക്ക് ഫയർ യൂണിറ്റുകൾ എത്താൻ നന്നേ പണിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകുക, ഇതൊക്കെയാണ് നമ്മൾ അവിടെ കണ്ടത്. അതായത് നിയമവിരുദ്ധമായി ഒരു ഗോഡൌൺ പ്രവർത്തിക്കുന്നു, അതിന് യാതൊരുവിധ ലൈസൻസുകളുമില്ല, അതിനെതിരെ നടപടിയെടുക്കാൻ അതിൻ്റെ അധികാരികൾ നഗരസഭയോ മറ്റാരോ തയ്യാറായില്ല. 7 വർഷമായി ഇത് അവിടെ പ്രവർത്തിച്ചു. ഈ തീപിടുത്തം ഉണ്ടായപ്പോഴാണ് അതിനേക്കാൾ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. കാരണം നമ്മൾ അവിടെ എത്തുമ്പോൾ ഫയർഫോഴ്സിൻ്റെ 3 യൂണിറ്റുകൾ എത്തിയിരുന്നു. പക്ഷേ അവർക്ക് ഒരു തുള്ളി വെള്ളം ഈ ഗോഡൌണിലേക്ക് അടിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. കാരണം ഫയർ യൂണിറ്റുകൾ കിടക്കുന്നത് ഏതാണ്ട് 300 മീറ്ററോളം അകലെയാണ്. അവർക്ക് ഇതിനടുത്തേക്ക് എത്തിപ്പെടാൻ നന്നേ പണിപ്പെടേണ്ടി വന്നു. അവസാനം ആ മതിലൊക്കെ പൊളിച്ച് JCB കൊണ്ടുവന്ന് ഷീറ്റൊക്കെ തകർത്ത് അകത്തേക്ക് വെള്ളം ഒഴിക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് തൃക്കാക്കരയിൽ നഗരമധ്യത്തിൽ നടന്നത്. എന്തായാലും അതിനുശേഷം നഗരസഭ ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിൽ നഗരസഭാ പരിധിയിൽ ഏതെങ്കിലും ഗോഡൌണുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് പൂട്ടിക്കുമെന്ന നിലപാട് ഏറ്റവും ഒടുവിൽ ഈ തീപിടുത്തത്തിന് ശേഷം തൃക്കാക്കര നഗരസഭ